മനുഷ്യൻ്റെ ജീവിതം ചിലപ്പോൾ ഒരു വലിയ രഹസ്യം പോലെ തോന്നും. ചിലർക്ക് ജീവിതം വളരെ എളുപ്പമാണെന്ന് തോന്നും. അവർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറാതെ തന്നെ തുടരുന്നുവെന്ന് തോന്നും. പലരും അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ ആരെയും ദോഷം ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടങ്ങൾ എനിക്ക് വരുന്നത്? ഈ ചോദ്യങ്ങൾ മനുഷ്യൻ ഇന്നല്ല ചോദിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും സിദ്ധന്മാരുടെ വചനങ്ങളും എല്ലാം ഒരേ സത്യം പറയുന്നു: മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ടാകും. ആ ഫലത്തെ തന്നെയാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മം എന്നത് വെറും ഒരു മതപരമായ വാക്കു മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു നിയമമാണ്. നമ്മളൊരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് ഒരു ദിവസം മുളയ്ക്കും. അതുപോലെ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു ദിവസം അവനിലേക്ക് തിരിച്ചു വരും. അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ നല്ല ഫലമായിട്ട് വരും. അത് ദോഷകരമായ പ്രവൃത്തിയാണെങ്കിൽ ദുഃഖമായിട്ട് വരും. പലപ്പോഴും നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്നത്. പല ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഫലവും ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരാം എന്ന് സന്യാസിമാരും ജ്ഞാനികളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലാകാത്ത സത്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാകാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു മനുഷ്യൻ നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുന്നു, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അവൻ നിരാശനാകാം. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്ര കഷ്ടം വരുന്നത് എന്ന് ചോദിക്കാം. എന്നാൽ ഇവിടെ ഒരു ആഴത്തിലുള്ള സത്യമുണ്ട്. ദൈവം നമ്മെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരാളല്ല. ദൈവം നമ്മളെ ഉണർത്താൻ ശ്രമിക്കുന്ന ഒരു ശക്തിയാണ്. ജീവിതത്തിലെ ചില കഷ്ടങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പഠിപ്പിക്കുന്നു. മനുഷ്യൻ സന്തോഷത്തിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ മറക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ കഷ്ടം വന്നാൽ അവൻ ദൈവത്തെ ഓർക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നത്, എനിക്ക് ഒരു വഴി കാണിച്ചു തരൂ എന്നാണ്. സുഹൃത്തുക്കളെ, അതാണ് ഭക്തിയുടെ തുടക്കം. ഭക്തി എന്നത് ഭയം കൊണ്ടുള്ള ഒരു ആരാധനയല്ല. ഭക്തി എന്നത് ഒരു ബന്ധമാണ്. ഒരു കുഞ്ഞ് തൻ്റെ അച്ഛനെ വിളിക്കുന്ന പോലെ ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിലെ പരമസത്യത്തെ വിളിക്കുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ശിവഭക്തി എന്നത് അതിൽ ഏറ്റവും ആഴമുള്ള ഒരു ആത്മീയ മാർഗമാണ്. ശിവൻ എന്നത് ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു വിഗ്രഹം മാത്രമല്ല. ശിവൻ എന്നത് സകല ജീവജാലങ്ങളിലും ഉള്ള ഒരു പരമചൈതന്യമാണ്. അതുകൊണ്ടാണ് ശിവനെ മഹാദേവൻ എന്ന് വിളിക്കുന്നത്. എല്ലാ ദേവതകളുടെയും ആധാരമായിരിക്കുന്ന ഒരു സത്യം, ഒരു പരമമായ സത്യം. സിദ്ധന്മാർ പറഞ്ഞ ഒരു വാക്കുണ്ട്: മനുഷ്യൻ്റെ കർമ്മബന്ധം അവസാനിക്കാൻ ശിവസ്മരണം വലിയൊരു വഴിയാണെന്ന്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്? ശിവൻ എന്നത് സംഹാരത്തിൻ്റെ ദൈവം എന്ന് പറയപ്പെടുന്നു. എന്നാൽ ആ സംഹാരം നാശം മാത്രമല്ല, അത് ശുദ്ധീകരണമാണ്. പഴയതിനെ മാറ്റി പുതിയതിനെ വഴിയൊരുക്കുന്ന ഒരു ശക്തി. നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെയും അഹങ്കാരത്തെയും കർമ്മബന്ധത്തെയും മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്ന ഒരു ശക്തി. ഒരു മനുഷ്യൻ സത്യസന്ധമായി ശിവനെ സ്മരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ മാറ്റം തുടങ്ങും. കോപം കുറയും, ദേഷ്യം കുറയും, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ തുടങ്ങും, കരുണ വളരും. ഈ മാറ്റം തന്നെയാണ് ആത്മീയ വളർച്ച. ജീവിതത്തിൽ ഉള്ളിലെ മാറ്റം വന്നാൽ പുറത്തുള്ള അനുഭവങ്ങളും മാറാൻ തുടങ്ങും. കാരണം കർമ്മം വെറും പുറത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ മനസ്സിലും ചിന്തകളിലും പ്രവർത്തിക്കുന്നു. ഓം നമഃശിവായ എന്ന മന്ത്രം ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ 5 അക്ഷര മന്ത്രം ഒരു സാധാരണ വാക്കു മാത്രമല്ല, ഇത് പഞ്ചഭൂതങ്ങളുമായി ബന്ധമുള്ള ഒരു മന്ത്രമാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 തത്വങ്ങളുമായുള്ള ഒരു സമതുലിതാവസ്ഥ ഈ മന്ത്രം മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു എന്ന് ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ശാന്തമായി ഇരുന്ന് ഈ മന്ത്രം ജപിക്കുമ്പോൾ അവൻ്റെ ശ്വാസം മെല്ലെ മെല്ലെ സമതുലിതമാകും. മനസ്സിലെ ചിന്തകൾ കുറയും, മനസ്സിൽ ഒരു ശാന്തത വരും. ആ ശാന്തതയിൽ മനുഷ്യൻ തൻ്റെ ഉള്ളിലെ സത്യത്തെ അനുഭവിക്കാൻ തുടങ്ങും. അവിടെയാണ് ശിവം. ശിവം എന്നത് ഒരു രൂപം മാത്രമല്ല എന്ന് പറഞ്ഞു. അത് ഒരു അവസ്ഥയാണ്, സമാധാനത്തിൻ്റെ അവസ്ഥ, അഹങ്കാരമില്ലാത്ത അവസ്ഥ, എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം തോന്നുന്ന അവസ്ഥ. സിദ്ധന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ പുറത്തുള്ള ലോകത്തിൽ എത്ര തിരഞ്ഞാലും അവൻ അന്വേഷിക്കുന്ന സത്യം അവൻ്റെ ഉള്ളിലാണ് എന്ന്. ശിവനെ തേടാൻ നമ്മൾ ദൂരെ പോകേണ്ടതില്ല, നമ്മുടെ ഉള്ളിലേക്ക് ശാന്തമായി തിരിഞ്ഞു നോക്കുക മാത്രം മതി. ജീവിതത്തിൽ പലർക്കും ഒരു സമയത്ത് വലിയ കഷ്ടങ്ങൾ വരാം. രോഗം, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. ചിലപ്പോൾ മനുഷ്യൻ തളർന്നു പോകും. എന്നാൽ അതേസമയം ചിലർ ആ കഷ്ടങ്ങളിൽ നിന്നാണ് ആത്മീയ വഴിയിലേക്ക് തിരിയുന്നത്. ചരിത്രത്തിൽ പല മഹാന്മാരുടെയും ജീവിതം നോക്കിയാൽ നമുക്കത് കാണാം.
അവർക്ക് ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ആ കഷ്ടങ്ങളെ ഒരു ഉണർവായി മാറ്റി. അവർ ദൈവത്തെ തേടി. അവർ ഉള്ളിലെ സത്യത്തെ കണ്ടെത്തി. ശിവഭക്തിയുടെ വഴിയിൽ നടക്കുന്ന ഒരാൾക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കും. അവൻ ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും. മുമ്പ് അവനെ വേദനിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ അവനെ അത്ര ബാധിക്കില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ഒരു വലിയ ശക്തി വളരുന്നുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ശിവനെ സ്മരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ല എന്ന് പറയാനാകില്ല. പക്ഷേ അവയെ നേരിടാനുള്ള ഒരു ധൈര്യം അവനിൽ ഉണ്ടാകും. അവൻ തകരാതെ നിൽക്കാൻ പഠിക്കും. അതാണ് ആത്മീയതയുടെ യഥാർത്ഥ ഫലം. ജീവിതത്തിൽ ഏറ്റവും വലിയ മോചനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് മനസ്സിൻ്റെ മോചനമാണ്. കർമ്മബന്ധം എന്നത് നമ്മെ പുറത്തു മാത്രം ബന്ധിപ്പിക്കുന്നില്ല. അത് നമ്മുടെ ചിന്തകളെയും ഭയങ്ങളെയും കുറ്റബോധങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ്. ശിവസ്മരണം മനുഷ്യനെ ആ ബന്ധങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ മോചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പല ജ്ഞാനികളും ഒരു ലളിതമായ മാർഗം പറഞ്ഞത്. ദിവസവും കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി ഇരിക്കുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക, ഭക്തിയോടെ ഓം നമഃശിവായ എന്ന് ജപിക്കുക. ഇത് വലിയൊരു ആചാരം ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. വലിയ ചടങ്ങുകൾ ആവശ്യമില്ല. ഒരു സത്യസന്ധമായ മനസ്സു മാത്രം മതി. ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഉള്ളിൽ എന്തോ മാറുന്നുണ്ട് എന്ന്. നിങ്ങളുടെ ഭയങ്ങൾ കുറയുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. ജീവിതത്തെ നിങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങുന്നു. അത് ശിവത്തിൻ്റെ സ്പർശമാണ്. ഇരുട്ട് എത്ര വലുതായാലും ഒരു ചെറിയ വെളിച്ചം മതി അത് അകറ്റാൻ, അല്ലേ? അതുപോലെ കർമ്മത്തിൻ്റെ ഭാരം എത്രയുണ്ടായാലും ശിവസ്മരണം അതിനെ മെല്ലെ മെല്ലെ ലഘൂകരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ എവിടെയായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഭഗവാനെ ഓർക്കുക. ഭക്തിയോടെ പറയുക, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ഒരു ദിവസം നിങ്ങളുടെ സ്വന്തം ജീവിതം തന്നെ നിങ്ങളോട് പറയും. നിങ്ങളുടെ കർമ്മങ്ങൾ തീരാൻ ശിവൻ മാത്രമാണ് പരിഹാരം.